ിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. നേരത്തെ ബിനീഷ് തന്നെ ചില ആളുകളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ അവിടുന്ന് തേടിയിരുന്നു. അവരുടെ വാക്കുകൾ കൂടി നമുക്ക് അവർ ബിനീഷിന് നൽകിയ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. സംഭവത്തിന്റെ ദൃക്സാക്ഷി അഞ്ജലി നമ്മളോടൊപ്പം ചേരുകയാണ്. അഞ്ജലി, ശരിക്കും എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഈ ഒരു ദുരന്തം? ഞാൻ 50 ഇവിടെ വന്ന് ഇന്നയായിരുന്നു. അന്നേരം നല്ല പിള്ളേരും ഉണ്ടായിരുന്നു, 10-12 പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പം നല്ല ഓവർ സ്പീഡ് വന്നായിരുന്നു ടിപ്പർ. അതിനോട് കൂടെ ബുള്ളറ്റ് ഏത് വഴി വന്നെന്ന് എനിക്കറിയാമേ. അപ്പോൾ ആ ടിപ്പർ വന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തോട് വന്ന് വീഴുമായിരുന്നു. പക്ഷെ ആ ബുള്ളറ്റ് അവിടെ വന്നായിരുന്നു. അത് ഏത് വഴിയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് മരിച്ചെന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ടുള്ള വിവരം അറിയത്തില്ല. അപ്പോൾ ആ ടിപ്പർ വന്നങ്ങ് വീണ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട്. അപ്പോഴത്തേന് എൻ്റെ അടുത്ത് 2 പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു, പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മാറി. അപ്പോഴത്തേന് പിന്നെ നാട്ടുകാരും വന്നു. പിന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു. സംഭവം നടന്ന ടൈമിൽ തന്നെ അമ്മയെ വിളിച്ചപ്പം തന്നെ അമ്മയും അനിയും എല്ലാം ഇഞ്ഞ് വന്ന്. അപ്പോൾ പിന്നെ ഞാൻ അനിയോടെ കയറി ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയും കയറി വിളിച്ച്. അപ്പോഴത്തേനും അവരെല്ലാവരും വന്നു. പിന്നെ JCB ഒക്കെ പിന്നെ നാട്ടുകാരെല്ലാവരും വന്നു. പിന്നെ വണ്ടിക്കകത്തുള്ളവരൊക്കെ വന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോകേണ്ട ബസ്സും വന്നായിരുന്നു. പിന്നെ അവരെല്ലാവരും വന്ന് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ബസ്. 12 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ 7-10 സ്ത്രീവസത്തിന് പോകുന്ന പിള്ളേരായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. കാരണം കുറച്ച് പേരായിരുന്നു ഇതിൻ്റെ അകത്ത് വന്ന് വീണത്. ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എത്തി. അവരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി. ഫയർഫോഴ്സിനെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേനും കൊല്ലത്തോടങ്ങാണ്ടായിരുന്നു കണക്ട് ആയത്. പിന്നെ അവർ പെട്ടെന്ന് തന്നെ കൊട്ടാരക്കലേക്ക് കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരെത്തി. പെട്ടെന്ന് തന്നെ മണ്ണിനടിയിൽ നിന്ന് ആൾക്കാരെ എടുത്തു. പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്ന് ആൾക്കാരെല്ലാം എടുത്ത്. പിന്നെ അവിടെ കുറേ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. NSലൊക്കെ കൊണ്ടുപോയി. എവിടെ കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല. കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സഹോദരനാണോ വിളിച്ചത്? മോന്റെ പേരെങ്ങനെ? വൈശാഖാണ്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് പേര് അറിയിച്ചത്. അറിയായിരുന്നു നമ്പരൊക്കെ ഫയർഫോഴ്സിന്? ചേച്ചിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നടുക്കം വിട്ടുമാറിയിട്ടില്ല ഇവർ. ഫിനിഷ് സൊസൈറ്റി ഇൻ കൊല്ലം. നേരത്തെ ബിനീഷ് എടുത്ത പ്രതികരണമായിരുന്നു അത്. അതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ ആ സ്ത്രീ അവിടെ ആ അപകട സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മനോജ് കൂടി ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ എന്താണ് സാഹചര്യം? അതിലേക്ക് രാവിലെ 7:30 നടന്ന അപകടം അതീവ ദുഃഖത്തോടെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് ഇപ്പോൾ നമുക്ക് വളരെ സംഘർഷാത്മകമായ വൈകാരികമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. 3 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 3 പേരുടെയും മൃതദേഹം കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉള്ളവർ ആശുപത്രിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ദുഃഖസമാനമായ വലിയൊരു അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കടന്നു പോകുന്നത്. അധ്യാപകനായ ഹരിലാല്, 15 വയസ്സുള്ള പാർത്ഥിപൻ, 50 വയസ്സുള്ള അജയകുമാർ എന്നിവരാണ് മരണപ്പെട്ടത്. ഇവരുടെ മൃതദേഹമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപകടത്തിൽ ആകെ 8 പേരാണ് പെട്ടത്. ഇതിൽ 3 പേർ മരണപ്പെടുകയുണ്ടായി. 2 പേരെ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് അയച്ചു. അതിലെ തൗഷിക്, ഋഷഭ് എന്നിവരെയാണ് കൊല്ലം മെഡിസിറ്റിയിലേക്ക് അയച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഗോകുലം ആശുപത്രിയിലേക്ക് നിസാം എന്ന കുട്ടിയെ അയച്ചിട്ടുണ്ട്. നവനീത്, ജിബിമോൾ എന്നിവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. നവനീതിന്റെ നില അല്പം ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വിവിധ ആൾക്കാർ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ ഒരു സന്നാഹം തന്നെ. കളക്ടർ ഉൾപ്പെടെ ഉള്ളവരെത്തി ചികിത്സാ നടപടികൾക്ക് നേതൃത്വം നൽകുന്നു. മറ്റു കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ച് വരികയാണ്. ഇതാണ് താലൂക്ക് ആശുപത്രിയിലെ സാഹചര്യം. അതേസമയം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.